ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കേരളത്തിന് നോട്ട് സി എമ്മിന് കിട്ടിയിരിക്കുകയാണ്. ഒരുപാട് ഗ്രൂപ്പുകൾക്ക് ശേഷം, ഒരുപാട് ഒബ്സ്റ്റക്കിൾസിന് ശേഷം വി.ഡി. സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. ആൻഡ് കേരളത്തിന്, അതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഇന്ത്യയിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആയിരിക്കും അല്ലെ. അപ്പൊ 18/5/2026 എന്ന് പറയുന്നത് നമ്മുടെ വി.ഡി. സതീശൻ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് ചുമതല ഏൽക്കാൻ പോവാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. ആൻഡ് മുഖ്യമന്ത്രി ആണ് എന്ന് അനൗൺസ്മെന്റ് വന്നതിന് ശേഷം ആദ്യത്തെ 2 ദിവസം സത്യം പറയാലോ പുള്ളി സ്കോർ ചെയ്യായിരുന്നു. ജനങ്ങളെ കയ്യിലെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. നമുക്ക് എന്തായാലും അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം. ആൻഡ് ഓൾസോ നാളത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഇവിടെ വരുന്നതൊന്നല്ല ചർച്ച എന്ന് പറയുന്നത്. നാളെ നമ്മുടെ തമിഴ്നാടിൻ്റെ CM ആയിട്ടുള്ള ജോസഫ് വിജയും കൂടി വരുന്നുണ്ട്. സോ നാളത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു ദിവസമാണ്. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേര് നീതു വി മോഹൻ ആൻഡ് വെൽക്കം ടു റോമാൻ റിയാക്ട് വിത്ത് എൻടെക്സ് വിജയ്. സോ ഗൈസ്, നമുക്കറിയാലേ ഒരുപാട് ഗ്രൂപ്പ് കളികൾക്ക് ശേഷമാണ് വി.ഡി. സതീശൻ, അതായത് ഞാൻ പറയുകയാണെങ്കിൽ ജനങ്ങൾ ജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത്രത്തോളം പ്രതിഷേധം ഉണ്ടായിരുന്നു. അതായത് വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകണം എന്നുള്ളത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകണമായിരുന്നു. കാരണം എല്ലാ ക്യാമ്പയിനും എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തൊരു വ്യക്തിയും കൂടിയാണ് വി.ഡി. സതീശൻ. ആൻഡ് ഓൾസോ പുള്ളിക്കാരൻ പ്രതിപക്ഷത്തിരുന്ന സമയത്തും കൂടിയായിരുന്നു പുള്ളിക്കാരൻ ഇലക്ഷന് വരുന്നതും അടുത്ത തവണ കോൺഗ്രസ് വളരെ അടിപൊളിയായിട്ട് സ്വീപ്പ് ചെയ്ത് ജയിച്ചതും അല്ലേ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പുള്ളി തന്നെയാണ് ഡിസേർവിങ്. പിന്നെ കേസിൻ്റെ പേരും ചെന്നിത്തലേൻ്റെ പേരൊക്കെ ഒരുപാട് പേര് പറഞ്ഞെങ്കിൽ പോലും അവരെക്കാളും ഒക്കെ ഡിസേർവിങ് ശരിക്കും വി.ഡി. സതീശൻ തന്നെയാണ്. കോൺഗ്രസിനിടയിൽ തന്നെയുള്ള ഒരുപാട് നേതാക്കന്മാരൊക്കെ ആർക്കാണ് വോട്ട് ചെയ്തത് എന്നൊക്കെ ഉള്ളത് അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം നമ്മൾ അതൊക്കെ മറികടന്നിട്ട് ഇപ്പം വി.ഡി. സതീശൻ CMമായി ഇനി മന്ത്രിസഭയെ കുറിച്ചിട്ടുള്ള ചർച്ചകളും അതുപോലെ തന്നെ തല്ലും അടിയും പിടിയൊക്കെയാണ് നടക്കുന്നത്. അതൊക്കെ പോട്ടെ, അതൊക്കെ എല്ലാ പാർട്ടിയിലും നടക്കുന്ന പോലെ തന്നെ ഇവിടെയും നടക്കുന്നുണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഇനി നമുക്ക് പുള്ളി CM ആയതിനു ശേഷം, അതായത് CM ആണ് എന്ന് അനൗൺസ് ചെയ്തതിന് ശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനെക്കുറിച്ചിട്ടൊന്ന് റിയാക്ട് ചെയ്യാം അല്ലേ. കാരണം അത് റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് പുള്ളി പറഞ്ഞിരിക്കണേ. നമുക്ക് എന്തായാലും അതൊന്ന് നോക്കിയിട്ട് വരാം. ഞാൻ അങ്ങനെ ഒരു വലിയ ആർഭാടത്തിൽ പോകേണ്ട ഒരാളല്ല. ഞാൻ കരുതുന്നത് ഞാൻ 30-40 വണ്ടിയായിട്ട് കോൺവോയ് ആയിട്ട് യാത്ര ചെയ്താൽ വഴിയിൽ നിൽക്കുന്ന ആളുകൾ എന്നെ നോക്കി ചിരിക്കും, ഉള്ളിലെങ്കിലും ചിരിക്കും, പരിഹസിച്ചിരിക്കും. ഇതാരാണ് അല്പം ഐശ്വര്യം വന്നപ്പോൾ അർദ്ധരാത്രി കുട പിടിക്കുന്നവനാണെന്ന് തോന്നും. അതുകൊണ്ട് നാണക്കേട് ഒഴിവാകാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇതൊക്കെ ഒരു മെസ്സേജ് ഉണ്ട്. നമ്മൾ എത്രയും പത്രാസ് അധികാരത്തിൻ്റെ കൂടുക അത്രയും നമ്മൾ ജനങ്ങളിൽ നിന്ന് അകലും. അപ്പോൾ എത്രയും വലിയ പത്രാസ് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ജനങ്ങളുമായി കൂടുതൽ അടുക്കും, കൂടുതൽ ആളുകളുടെ കയ്യിൽ നിന്ന് വിവരങ്ങൾ കിട്ടും. ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്ക് അധികാരത്തിൻ്റെ പത്രാസിൽ മയങ്ങില്ല എന്ന്. അത് മയങ്ങിപ്പോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം നിർബന്ധിച്ച് പറഞ്ഞതെല്ലാം ഒഴിവാക്കാൻ നോക്കുകയാണ്. പോലീസ് നേരിടുന്ന വലിയ പ്രശ്നമാണ്. കാരണം മുഖ്യമന്ത്രിക്ക് Z+ കാറ്റഗറിയാണ്, വലിയ സെക്യൂരിറ്റി സംവിധാനം ആവശ്യമുള്ളതാണ്. പക്ഷേ ഞാനത് അനുവദിക്കില്ല. ബസ്സിൽ സർക്കാർ യഥാർത്ഥത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. വി.ഡി. സതീശൻ നിയുക്ത മുഖ്യമന്ത്രിയാണ്. ബസ്സിലൊക്കെ BJPയുടെ പ്രതിഷേധം തുടങ്ങി, സൗജന്യ യാത്ര കിട്ടിയിട്ടില്ല. അവർ സ്വയം പരിഹാസ്യരാകുന്നതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ജനം ചിരിക്കില്ലേ? ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഒരു മന്ത്രിസഭാ യോഗം പോലും കൂടിയിട്ടില്ല. അതിനു മുമ്പ് അതെങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്? ആരാണ് പ്രഖ്യാപിക്കാൻ പറ്റുന്നത്? ചീഫ് സെക്രട്ടറിക്ക് പ്രഖ്യാപിക്കാൻ പറ്റുമോ? എന്തിനാണ് സ്വയം പരിഹാസ്യരാകുന്നത്? രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതൃത്വവും ആളുകളുടെ മുമ്പിൽ പരിഹാസ്യരാകരുത് എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ഒന്ന് ആലോചിച്ചാൽ, ഒന്ന് മൈൻഡ് അപ്ലൈ ചെയ്ത് ആളുകൾ ചിരിക്കില്ലേ? അത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് മൊത്തം ദോഷമാണ് അങ്ങനെ ഒരു മോശം അഭിപ്രായം ഉണ്ടാകുന്നത്. നമുക്ക് നോക്കാം. അവിടെയുള്ള എന്തായാലും ഞാൻ പുതിയ കാറൊന്നും മേടിക്കില്ല. അതിനുള്ള സാമ്പത്തിക ഖജനാവി പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുമ്പോൾ വന്ന് പുതിയ കാറ് മേടിച്ചാൽ അത് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. ചിലപ്പോൾ കാറ് മേടിച്ചാൽ ഖജനാവിനൊന്നും സംഭവിക്കില്ല. പക്ഷെ അത് കൊടുക്കുന്ന താഴെത്തട്ടിലുള്ള നമ്മുടെ ഭരണ സംവിധാനത്തിന് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്, ഒരു റോങ് മെസ്സേജ്. ഞാനങ്ങനെ ഏറ്റവും വലിയ അങ്ങനത്തെ ഉള്ളത് വെച്ച് പോവാം. അത് ഏത് വണ്ടിയാണ് ഉള്ളതെന്ന് വെച്ചാൽ, ഏത് വണ്ടിയാണ് അവൈലബിൾ എന്ന് വെച്ചാൽ ആ വണ്ടി പോവും. പുതിയ വണ്ടിയൊന്നും മേടിക്കില്ല. തൽക്കാലത്തേക്ക് കേരളത്തിലെ ഖജനാവിലെ ഈ അവസ്ഥ മാറ്റിയെടുത്തിട്ടേ ഉണ്ടാവുള്ളൂ. അത്തരം കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല. ഉള്ള സംവിധാനം വെച്ച് അങ്ങ് പോവും. അത് മതിയെന്ന്. മുഖ്യമന്ത്രിക്ക് അമിതമായിട്ടുള്ള കോൺവോയ് വെഹിക്കിളിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഇനി ഉണ്ടാവില്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജനങ്ങൾക്ക് എപ്പോഴും ആക്സസിബിൾ ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി
നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു കടുത്ത LDF അനുഭാവി തന്നെയാണ്. അതിലൊരു മാറ്റം ഇന്നും എന്നും ഇനി ഒരിക്കലും മാറില്ല. കാരണം അത്രത്തോളം ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ പാർട്ടിയെയാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ കേരളത്തിൽ ഇപ്പം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അതിൽ CM പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പം പറയുന്നത്. അത് വെച്ച് നോക്കുമ്പം കുറച്ചും കൂടിയും പ്രോമിസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞത്. കേരള മുഖ്യമന്ത്രി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് അല്ലേ. പിന്നെ AI, IT, സ്റ്റാർട്ടപ്പ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലൊക്കെ ഒരുപാട് നിക്ഷേപങ്ങളൊക്കെ ഉണ്ടാകുന്നു നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നല്ല കാര്യങ്ങൾ, എല്ലാം നല്ല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നമുക്ക് വളരെ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ് നൽകുന്നത്. ഇനി നമുക്ക് വി ഡി സതീശനും പിന്നെ നമ്മുടെ കോൺഗ്രസും മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതായത് ഇന്ദിരാ ഗ്യാരണ്ടി അല്ലെ. ഇന്ദിരാ ഗ്യാരണ്ടി ഉണ്ട്, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള കുറേ സ്കീമുകളുണ്ട്. ഇതൊക്കെ നടപ്പിലാകുമോ എന്നും കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് അല്ലെ. ഞാനിപ്പോൾ ഇവിടെ വെച്ച വീഡിയോസ് ഉണ്ടല്ലോ, അതായത് വി ഡി സതീശൻ CM ആണ് എന്ന് അനൗൺസ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോസ്, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. വി ഡി സതീശൻ എന്ന് പറഞ്ഞൊരു നേതാവ് ജനങ്ങളിലേക്കും അതുപോലെ തന്നെ യൂത്തുകളിലേക്കും കുറച്ചും കൂടി കണക്റ്റ് ആവുന്ന ഒരു നേതാവാണ് എന്നുള്ളത്. പുള്ളിക്കാരൻ ശരിയാ, കുറേ നുണകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രതിപക്ഷത്ത് ഇരിക്കുന്ന സമയത്ത് ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പൊളിഞ്ഞു പോയ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ പോലും നമുക്ക് വിചാരിക്കാം, അതായത് അവർ ഒപ്പോസിഷനിലായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞതായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ പുള്ളി പറഞ്ഞ പല കാര്യങ്ങളും ഇനി പുള്ളി ഒരു CM ആകുന്ന സമയത്ത് ഇതൊക്കെ നിർവഹിക്കാൻ പറ്റുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സാധിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുള്ളൂ. കാരണം ഞാൻ എൻ്റെ നാടിന് ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പം നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറും നമുക്ക് ഡെവലപ്മെൻറ്റും നമുക്കിതൊക്കെയാണ് വേണ്ടത് അല്ലേ. ഇപ്പം കഴിഞ്ഞ 10 വർഷം നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയാം, കേരളം വളരെ വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ഉണ്ടായത്. അതായത് LDF ഗവൺമെൻറ് ഭരിക്കണ സമയത്ത്, പിണറായി വിജയൻ CM ആയിരിക്കണ സമയത്ത് നമ്മുടെ കേരളം അതിവേഗം ദൂരെയായിരുന്നു ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അല്ലേ. അപ്പം അതൊക്കെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് അവർ ചെയ്യുമെന്നാണ് നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം പറയണം, നമ്മുടെ കോൺഗ്രസ്സുകാരും KSUകാരും ഒക്കെ ഒരുപാട് അങ്ങ് കൊട്ടി ആഘോഷിക്കുന്നുണ്ട്. അതായത് വി ഡി സതീശൻ്റെ നല്ല മനസ്സ്, വി ഡി സതീശൻ എന്ന നേതാവിനെ കണ്ടോ, പഠിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് CM ആയതിനു ശേഷം സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് പോയി ക്ഷണിച്ച ആ ഒരു രംഗത്തെയാണ് ഞാൻ പറയുന്നത്. ഇത് വി ഡി സതീശനായിട്ട് തുടങ്ങി വെച്ചൊരു കാര്യമല്ല. കഴിഞ്ഞ 10 വർഷം മുമ്പ് നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം CM ഉമ്മൻചാണ്ടിയെ ക്ഷണിച്ച ഒരു രംഗം കൂടി ഉണ്ട്. ഇപ്പൊ എല്ലാവരും കൊട്ടി ആഘോഷിക്കുന്നത് വി ഡി സതീശന്റെ നല്ല മനസ്സിനെ കുറിച്ചിട്ടാണ്. ഇതൊക്കെ തുടങ്ങി വെച്ചത് പിണറായി വിജയനും കൂടിയാണ്. അതൊക്കെ പോട്ടെ, കാരണം അവർ തോറ്റു, അവരിപ്പം പ്രതിപക്ഷത്തേക്ക് പോയിരിക്കുകയാണ്. നമ്മൾ അവരെ കുറിച്ചിട്ട് ഇനി അധികം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഞാൻ പറയട്ടെ, വി ഡി സതീശൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. പുള്ളിക്കാരൻ പ്രതിപക്ഷത്ത് ഇരുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആശാ വർക്കറിന്റെ കാര്യമാവട്ടെ, ലൈഫ് മിഷന്റെ കാര്യമാവട്ടെ, അന്നത്തെ LDF സർക്കാർ കൊണ്ടുവന്ന പല കാര്യങ്ങളിലും എതിർത്ത് വി ഡി സതീശൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഭരണത്തിലിരിക്കുമ്പോൾ വി ഡി സതീശന്റെ നിലപാട് എന്തായിരിക്കും എന്നും കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇനി വി ഡി സതീശൻ പല കാര്യങ്ങളും പറഞ്ഞതും വി ഡി സതീശൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം ഓഡിറ്റബിൾ ആയിരിക്കും അല്ലെ. പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറയണതിനേക്കാളും കൂടുതൽ ഓഡിറ്റബിൾ ആകാനും അക്കൗണ്ടബിൾ ആകാനും പോകുന്നത് നമ്മുടെ വി ഡി സതീശൻ തന്നെയായിരിക്കും. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും അവരുടെ ഭരണം കൂടി ഉള്ളത് അല്ലേ. കാരണം 10 വർഷം മുമ്പ് നമ്മുടെ കോൺഗ്രസ് ഭരിക്കണ സമയത്ത് എഡ്യൂക്കേഷൻ ആവട്ടെ, ഹെൽത്ത് ആവട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ നമ്മുടെ റോഡുകളുടെ അവസ്ഥയൊക്കെ എങ്ങനെയായിരുന്നു നമുക്കറിയാം അല്ലേ. അപ്പം ഇനി ഇവർ ഭരണത്തിൽ വരുമ്പം എങ്ങനെയായിരിക്കും ഇവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്നും കൂടി നമുക്കറിയാൻ പറ്റും. പിന്നെ ഇപ്പം മന്ത്രിസഭയെ കുറിച്ചിട്ടാണ് അവരുടെ തല്ലും പിടിയും ഒക്കെ ഉള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ ആരായിരിക്കും, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരായിരിക്കും, ആഭ്യന്തരമൊക്കെ ആരായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം കഴിഞ്ഞ 10 വർഷം ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം കിട്ടിയിരുന്നത് കൂടി ഈ ഒരു മേഖലയിലായിരുന്നു. പിന്നെ ടൂറിസം, ഇതൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇനി അടുത്തൊരു വലിയ കാര്യം പറയട്ടെ, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വേറൊരു നടനാണ് ജോസഫ് വിജയ് അല്ലേ. പുള്ളി മുഖ്യമന്ത്രി ആയതിനു ശേഷം നമ്മുടെ നാളെ കേരള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യണ സമയത്ത് ജോസഫ് വിജയും കൂടി വരുന്നുണ്ട്. സത്യം പറയല്ലോ, നാളെ ഓഫീസിൽ ലീവ് ആയിരുന്നെങ്കിൽ ഒന്ന് പോയി കാണായിരുന്നു. കാരണം അത്രത്തോളം ആരാധകരും അത്രത്തോളം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു നേതാവും കൂടിയാണ് കേട്ടോ. നേതാവല്ല, ആക്ടറും കൂടിയാണ് നമ്മുടെ ജോസഫ് വിജയ്. അപ്പം പുള്ളി വരാ എന്ന് പറയണത് എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി ഒക്കെ വരണതിനേക്കാളും ആൾക്കാർക്ക് ഇൻട്രസ്റ്റിങ്ങും പിന്നെ എക്സൈറ്റ്മെൻറ്റും പുള്ളി വരികയാണെന്ന് പറയുമ്പോഴാണ്. വിജയ് എന്ന് പറയുന്ന ആ ഒരു ഓറ, അതൊരു വല്ലാത്തൊരു ഓറ തന്നെയാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പുള്ളി എന്ന് പറയുന്ന ഒരു വ്യക്തി
അല്ലെങ്കിൽ ഒരു നടൻ അല്ലെങ്കിൽ ഒരു നേതാവ്. സോ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. അങ്ങനെ നമ്മുടെ VD സതീശൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് പുള്ളിയുടെ ആദ്യത്തെ ഡയലോഗുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഞാൻ ഇത് പറയുന്നത് തമാശ അല്ലെങ്കിൽ കളിയാക്കിയിട്ടോ അല്ല, ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു ഗവൺമെൻറ്റിനെ കാണുന്നത്. അതുപോലെ തന്നെ പുള്ളിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇനി പുള്ളിയുടെ പാർട്ടിയിലെ ആൾക്കാർ തന്നെ പുള്ളീനെ ഒതുക്കാൻ ശ്രമിക്കോ എന്നും കൂടി നമുക്ക് നോക്കാം. ഇതിനു മുമ്പുള്ള ചരിത്രങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇതും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. നമുക്ക് എന്തായാലും നോക്കാം. കാരണം പുള്ളി ഒരു ഗ്രൂപ്പിൽ പെടുന്ന ഒരാളല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അത് നമ്മളുടെ ഈ CM ഇലക്ഷൻ്റെ ആ ഒരു സമയത്ത് കൂടി നമ്മൾക്കൊന്ന് മനസ്സിലായതാണ്. അത്രത്തോളം ആൾക്കാർ തഴയാൻ നോക്കിയെങ്കിൽ പോലും ജനങ്ങളിൽ ഹൈക്കമാൻഡിന് വീഴേണ്ടി വന്നു എന്ന് വേണം പറയാൻ. അതായത് ജനങ്ങൾ അത്രത്തോളം പ്രക്ഷോഭരും പ്രൊട്ടസ്റ്റും നടത്തിയതിന് ശേഷമാണ് VD സതീശൻ എന്നൊരു വ്യക്തി ഇവിടെ CM ആകുന്നത്. അതിൽ നമുക്ക് സന്തോഷിക്കാം. കാരണം ജനങ്ങളിൽ ഹൈക്കമാൻഡ് വീഴ എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം പുള്ളി എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക. അതുപോലെ തന്നെ പുള്ളിയുടെ ഇടയിൽ തന്നെ പുള്ളീനെ ബാക്കിൽ നിന്ന് കുത്തോ അല്ലെങ്കിൽ പുള്ളി നയിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യോ എന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ പുള്ളി പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ VD സതീശനിൽ നിന്ന് എനിക്ക് കുറച്ചും കൂടി ഇംപ്രസീവായിട്ട് തോന്നിയ ഒരു കാര്യം കൂടിയാണ്. അതായത് എൻ്റെ മക്കളോട് ചെയ്തതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല, കോൺഗ്രസിന് ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അത് വേറെ ഒന്നല്ല, നമ്മുടെ കരിങ്കൊടി കാണിച്ച സമയത്ത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഗൺമാൻ അടിച്ചോടിച്ചൊരു സംഭവം ഉണ്ടല്ലോ, അതിനെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, VD സതീശൻ എന്നൊരു നേതാവ് അല്ലെങ്കിൽ ഒരു CM ശരിക്കും ആൾക്കാരെ കയ്യിലെടുത്തു എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം കൂടിയും പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ ശരിയല്ലേ, ഒരു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഒരിക്കലും പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ പ്രവർത്തകരെ തല്ലേണ്ട ഒരാവശ്യമില്ല അല്ലേ. തല്ലാൻ നമ്മുടെ പോലീസുകാരുണ്ട്. പക്ഷെ പോലീസുകാരന് ഉപരി ഒരു ഗൺമാൻ തല്ലേണ്ട ആവശ്യമോ അല്ലെങ്കിൽ തലയടിച്ച് പൊട്ടിക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലേ. ഒരു LDF അനുഭാവിയായിട്ടുള്ള ഞാൻ പോലും അതിനെ വളരെ നല്ല രീതിയിൽ എതിർക്കുന്ന ഒരു കാര്യം കൂടിയാണ്. സോ നമുക്കിനി നോക്കാം ആ ഗൺമാൻ്റെ ഒക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. സത്യപ്രതിജ്ഞ ചെയ്യുന്നു, അതിനുശേഷം ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും അല്ലേ. അതൊക്കെ ചെയ്യട്ടെ കേട്ടോ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ. നല്ല കാര്യങ്ങളിലൊക്കെ എപ്പോഴും ജനങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ ജനങ്ങളെ മറന്ന് എന്താ പറയുക, നിങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു സ്ഥാനം ഉപയോഗിക്കുകയാണെങ്കിൽ അതും ജനങ്ങൾ ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളും കൂടി VD സതീശൻ എന്തായാലും മനസ്സിൽ വെൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞാൻ വീഡിയോ അവസാനിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അതായത് ഇപ്പം പ്രസ് മീറ്റിന് ശേഷം പുള്ളി പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണെങ്കിൽ പോലും എനിക്ക് ചോദിക്കാനുള്ളത്, ഇനി ജനങ്ങളുടെ CM ആയി മാറുമോ, അല്ലെങ്കിൽ ഈ കോൺവോയ് പരിഷ്കാരം ഉണ്ടല്ലോ അതെല്ലാം മാറി ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു CM ആയിരിക്കുമോ, അതുപോലെ തന്നെ ഇത് വെറും ഒരു പ്രസ് മീറ്റ് ഡയലോഗുകൾ മാത്രമാകുമോ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് എൻ്റെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് നോക്കാം അല്ലേ. നമുക്ക് ഉടനെ ജഡ്ജ് ചെയ്യാനായിട്ടില്ല. നമുക്ക് നമ്മുടെ DMK സർക്കാർ പറഞ്ഞ പോലെ ആദ്യത്തെ 6 മാസം നമുക്കൊന്ന് നോക്കാം, നിരീക്ഷിക്കാം, അതിനുശേഷം നമുക്ക് പ്രതികരിക്കാം അല്ലേ. എന്തായാലും VD സതീശനും അതുപോലെ തന്നെ വളരെ ഗംഭീരമായി ജയിച്ച എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് കൊടുക്കാണ്. എൻ്റെ ഓൾ ദി ബെസ്റ്റ് ആരും കാണാനും കേൾക്കാനും പോകുന്നില്ല എന്നത് എനിക്കറിയാം. പക്ഷെ എന്നാലും ഒരു സാധാരണ ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ പറയാണ്, പുതിയ ഗവൺമെൻറ്റിന് എല്ലാവിധ ആശംസകളും നൽകുകയാണ്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ആൻഡ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു എതിരഭിപ്രായമോ എന്തെങ്കിലും ഒരു കാര്യമോ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താം കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കണം കേട്ടോ. അപ്പം താങ്ക് യു, ടാറ്റാ, ബൈ.